ഹരേ കൃഷ്ണ. എല്ലാവരോടുമായി ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നാളെ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും 100% ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നിട്ടും നമ്മളിൽ ഭൂരിഭാഗം പേരുടെ മനസ്സിലൊരു ധാരണയുണ്ട്. എന്ത്? ആത്മീയതയും ഭക്തിയും ഒക്കെ പ്രായമായിട്ട് അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് എന്ന്. അടുത്ത നിമിഷത്തെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാത്ത നമ്മളാണ് എന്ത് ഇത് ആലോചിക്കുന്നത് എന്ന് തന്നെ എത്ര വലിയൊരു വൈരുദ്ധ്യമാണ്. ശരിയല്ലേ? അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. നമ്മളാണ് പറയുന്നത് കുറെ കാലം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതാണെന്ത്? ആത്മീയത. എന്നാൽ കേവലം 45 മിനിറ്റ് കൊണ്ട്, വെറും 45 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന പൂർണ്ണത നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പം ഈ ഒരു 45 മിനിറ്റ് കൊണ്ട് പൂർണ്ണതയിലെത്താം എന്ന് പറഞ്ഞതുകൊണ്ട് പലർക്കും ഒരു സംശയം തോന്നാം. എന്ത്? അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഭക്തി ചെയ്യുന്നത് എന്ന്? അവസാനത്തെ 45 മിനിറ്റ് മാത്രം ചെയ്താൽ പോരെ എന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അതുപോലെ ജീവിതകാലം മുഴുവൻ കൃഷ്ണഭക്തി പരിശീലിച്ച ഒരാൾക്ക് മാത്രമേ അവസാനത്തെ 45 മിനിറ്റില് ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം എന്താണ്? മരണഭയത്താൽ ഭഗവാനെ മറന്നു പോകും. നമ്മുടെയൊക്കെ ധാരണ ആത്മീയത എന്നാൽ പ്രായമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു അത്ഭുതമായിട്ടുള്ള ചരിത്രം, ഒരു വ്യക്തിയുടെ, ഒരു രാജാവിൻ്റെ അത്ഭുതമായിട്ടുള്ള ചരിത്രം നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അങ്ങനെ ഒരു അത്ഭുത ചരിത്രമാണ്. തൻ്റെ ജീവിതകാലം മുഴുവൻ ധർമ്മിഷ്ഠനായിട്ട് ജീവിക്കുകയും ഒടുവിൽ സമയം ഓരോ സെക്കൻഡ് തിരിയുമ്പോഴും തൻ്റെ മരണസമയം അടുക്കുകയാണെന്നും ഇനി വെറും 45 മിനിറ്റ് മാത്രമേ ഈ ഭൂമിയിൽ തനിക്ക് ആയുസുള്ളൂ എന്നും എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച് അറിഞ്ഞ് ആ നിമിഷം ആ ചക്രവർത്തി എന്ത് ചെയ്തു? സപ്തദ്വീപുകളുടെ അധിപനായിരുന്ന ഖട്വാംഗ മഹാരാജാവിൻ്റെ ആ ഒരു വിപ്ലവകരമായിട്ടുള്ള ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മുടെ എല്ലാ ജനങ്ങളുടെയും എവിടെയാണ്? ഭൂരിഭാഗം ആളുകളുടെയും ഉപബോധ മനസ്സിലൊരു ധാരണയുണ്ട്. ആത്മീയ പൂർണ്ണത നേടണമെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ മുക്തി ലഭിക്കണമെങ്കിൽ പതിറ്റാണ്ടുകളോളം കാട്ടിൽ പോയി തപസ് ചെയ്യണം, അല്ലെങ്കിൽ സർവ്വതും ഉപേക്ഷിച്ച് എവിടെ പോകണം? ഹിമാലയത്തിൽ പോകണമെന്നൊക്കെ. എന്നാൽ ശ്രീമദ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് മുന്നിൽ തികച്ചും എന്താണ്? വിപ്ലവകരവും ചിന്തനീയവുമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതാണ് ഇക്ഷ്വാകു വംശത്തിലെ ചക്രവർത്തിയായിരുന്ന ഖട്വാംഗ മഹാരാജാവിൻ്റെ ചരിത്രം. കേവലം 45 മിനിറ്റ് മാത്രമാണ് തൻ്റെ ആയുസ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഓരോ മനുഷ്യനെയും അത്ഭുതപ്പെടുത്തും. അത്രയും ആ ഒരു 45 മിനിറ്റ്, ആ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം തൻ്റെ സമസ്ത കർമ്മബന്ധങ്ങളെയും തകർത്ത് ഭഗവാനിൽ പൂർണ്ണമായിട്ട് ശരണാഗതി അടഞ്ഞ് പരമപദം പ്രാപിച്ചു. അപ്പം ശ്രീല പ്രഭുപാദര് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ ഉൾപ്പെടുത്താറുള്ളത്, അല്ലെങ്കിൽ അതിനെ പരാമർശിക്കാറുള്ള ചരിത്രമാണ് ആരുടെ? ഈ ഖട്വാംഗ മഹാരാജാവിൻ്റെ ചരിത്രം. കാരണം എന്താണ്? ആത്മീയ ജീവിതത്തിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നല്ല, മറിച്ച് എത്രത്തോളം തീവ്രതയോടെ നമ്മൾ ഭഗവാനെ സ്മരിച്ചു എന്നതാണ് ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനം. അപ്പം ആത്മീയ ജീവിതത്തിൽ പ്രധാനം എന്ന് പറയുന്ന സംഗതി എന്താണ്? നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നല്ല, മറിച്ച് എത്രത്തോളം തീവ്രതയോടുകൂടി നമ്മൾ ഭഗവാനെ സ്മരിച്ചു എന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഖട്വാംഗ മഹാരാജാവിൻ്റെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം ഖട്വാംഗ മഹാരാജാവ് ഒരു രാജ്യത്തിലെ, അല്ലെങ്കിൽ കേവലം ഒരു
ചെറിയ രാജ്യത്തെ രാജാവ് മാത്രമായിരുന്നില്ല. അദ്ദേഹം എവിടെയാണ്? സപ്തദ്വീപുകളുടെയും ചക്രവർത്തിയായിരുന്നു. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഭയങ്കരമായ ഒരു യുദ്ധമുണ്ടാകും. അസുരന്മാരുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദേവന്മാർ പരാജയത്തിൻ്റെ അരികിലെത്തും. ആ സമയത്ത് അവർ ഭൂമിയിലെ ധർമ്മിഷ്ഠനും പരാക്രമശാലിയുമായ ഖട്വാംഗ മഹാരാജാവിൻ്റെ സഹായം തേടും. മഹാരാജാവ് തൻ്റെ ദിവ്യമായ രഥത്തിലും ആയുധങ്ങളുമായി സ്വർഗലോകത്തിലേക്ക് യാത്ര തിരിക്കും. ദേവന്മാർക്ക് വേണ്ടി മുന്നിൽ നിന്ന് എന്താണ്? യുദ്ധം ചെയ്യും. അദ്ദേഹം അസുരപ്പടയെ പൂർണ്ണമായും പരാജയപ്പെടുത്തും. യുദ്ധത്തിൽ വിജയിച്ചതോടെ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ അതീവ സന്തുഷ്ടരാകും. അവർ രാജാവിനോട് പറയും, അല്ലയോ രാജാവേ, അങ്ങയുടെ ഈ സഹായത്തിന് പകരമായി ഞങ്ങൾ എന്ത് വരമാണ് അങ്ങേക്ക് നൽകേണ്ടത്? ഭൗതികമായ എന്ത് സുഖസൗകര്യങ്ങളും സ്വർഗലോകത്തിലെ അതിവിശിഷ്ടമായ ഭോഗങ്ങളും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, ചോദിച്ചാലും എന്ന് പറയും. സാധാരണയായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യൻ ദേവന്മാരോട് എന്ത് ചോദിക്കും? ഐശ്വര്യവും ആയുസ്സും ചോദിക്കുമ്പോൾ ഒരു ഭക്തനായിട്ടുള്ള രാജാവ് ചോദിച്ച ചോദ്യം നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. എന്നാൽ ഖട്വാംഗ മഹാരാജാവ് ഒരു സാധാരണ ഭരണാധികാരിയായിരുന്നില്ല. അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ഒരു സുഖഭോഗങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരല്പം പോലും എന്തുണ്ടാക്കിയില്ല? ചലനമുണ്ടാക്കിയില്ല. അദ്ദേഹം ദേവന്മാരോട് തിരികെ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ദേവന്മാരെ, എനിക്ക് ഈ സുഖങ്ങളൊന്നും വേണ്ട. പക്ഷേ ഒരു കാര്യം എനിക്കറിയണം. എൻ്റെ ഈ ഭൗതിക ശരീരത്തിൻ്റെ ആയുസ്സിനി എത്ര ബാക്കിയുണ്ട്? അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? ദേവന്മാർ തങ്ങളുടെ ദിവ്യമായ കാലഘടനപ്രകാരം നോക്കിയിട്ട് വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹത്തോട് പറയും, രാജാവേ, അങ്ങയുടെ ആയുസ് ഇനി കേവലം 45 മിനിറ്റ്, ഒരു മുഹൂർത്തം മാത്രമേയുള്ളൂ. അതിനുശേഷം അങ്ങ് എന്താകും? മൃതി അടയും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണ മനുഷ്യനാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? പേടിച്ച് വിറയ്ക്കും, അല്ലേ? പിന്നെയോ മരണം തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഡോക്ടർമാരെ തിരയും. അല്ലെങ്കിൽ ബാക്കിയുള്ള 45 മിനിറ്റ് കൊണ്ട് എങ്ങനെയൊക്കെ ആസ്വദിക്കാമെന്ന് ചിന്തിക്കും. എന്നാൽ ഖട്വാംഗ മഹാരാജാവ് ചെയ്തത് മറ്റൊന്നാണ്. അദ്ദേഹം ഒരു നിമിഷം പോലും കളയാതെ എങ്ങോട്ട് പോകും? സ്വർഗലോകത്ത് നിന്ന് തൻ്റെ രഥവും എടുത്ത് ഭൂമിയിലേക്ക് തിരിക്കും. 3 കാര്യങ്ങളാണ്. ക്ഷണനേരം കൊണ്ട് അദ്ദേഹം ചെന്നത് എന്താണ്? ക്ഷണനേരം കൊണ്ടുള്ള വിരക്തി. അദ്ദേഹം ചിന്തിച്ചു, ദേവന്മാർ പോലും കാലത്തിന് എന്താണ്? അതീതരാണ്. ഈ സ്വർഗസുഖങ്ങളിലും ഭൂമിയിലെ എൻ്റെ സാമ്രാജ്യവും എല്ലാം എന്താണ്? ഈ സ്വർഗസുഖങ്ങളും ഭൂമിയിലെ എൻ്റെ സാമ്രാജ്യവും താൽക്കാലികം മാത്രമാണ്. അദ്ദേഹം തൻ്റെ രാജ്യം, കുടുംബം, പദവി, അഹങ്കാരം എന്നിവയെല്ലാം മനസ്സുകൊണ്ട് ഒറ്റ നിമിഷത്തിൽ ഉപേക്ഷിക്കും. അതിനുശേഷം ഏകാഗ്രത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. പ്രാണായാമത്തിലൂടെയും യോഗയിലൂടെയും അദ്ദേഹം തൻ്റെ ഇന്ദ്രിയങ്ങളെ ബാഹ്യലോകത്ത് നിന്ന് പൂർണ്ണമായും പിൻവലിക്കും. അതിനുശേഷം മനസ്സിൽ ഭഗവാൻ ശ്രീഹരിയുടെ രൂപമല്ലാതെ മറ്റൊന്നും വരാത്ത രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പിന്നെയോ 3-മത്തെ ആത്മസമർപ്പണം. താൻ ഭഗവാന്റെ നിത്യദാസനാണെന്നുള്ള ബോധത്തോടെ കൃഷ്ണ, ഞാൻ ഇതാ നിന്നിലേക്ക് വരുന്നു എന്ന ഭാവത്തിൽ അദ്ദേഹം ഭഗവത് സ്വരൂപത്തിൽ മനസ്സ് അർപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ദിവസവും ജപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 45 മിനിറ്റ് മാത്രമേ ഉള്ളൂ തൻ്റെ ആയുസ് ഉള്ളൂ എന്നറിഞ്ഞ ആ ഖട്വാംഗ മഹാരാജ് എന്താണ് ചെയ്തത്? ക്ഷണനേരം കൊണ്ട് വിരക്തി കൈവരിക്കും, പിന്നെയോ ഏകാഗ്രത കൈവരിക്കും, പിന്നെയോ ആത്മസമർപ്പണം. എങ്ങനെയാണ് വിരക്തി നേടിയെടുക്കുന്നത്? അദ്ദേഹം ചിന്തിക്കും, ദേവന്മാർ പോലും കാലത്തിനധീനരാണ്. ഈ സ്വർഗസുഖങ്ങളും ഭൂമിയിലെ എൻ്റെ ഈ സാമ്രാജ്യവും താൽക്കാലികം മാത്രമാണ്. നമ്മുടെ എല്ലാം അതുപോലെയാണ്. അദ്ദേഹം തൻ്റെ രാജ്യം, കുടുംബം, പദവി, അഹങ്കാരം എന്നിവയെല്ലാം മനസ്സുകൊണ്ട് ഒറ്റ നിമിഷത്തിൽ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കും. ഏകാഗ്രത എങ്ങനെയാണ് കൈവരിച്ചത്? പ്രാണായാമത്തിലൂടെയും യോഗയിലൂടെയും അദ്ദേഹം തൻ്റെ ഇന്ദ്രിയങ്ങളെ ബാഹ്യലോകത്ത് നിന്ന് പൂർണ്ണമായും പിൻവലിക്കും. മനസ്സിൽ ഭഗവാൻ ശ്രീഹരിയുടെ രൂപമല്ലാതെ മറ്റൊന്നും വരാത്ത രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യോഗ. നമ്മുടേത് ഭക്തി യോഗ. എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ കുറിച്ച് സ്മരിക്കുക. ആത്മസമർപ്പണം. ഇത്രയും കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ഭഗവാനോട് പറയും, വല്ലയോ ഭഗവാനെ, താൻ എന്താണ് ചെയ്യുന്നത്? താൻ ഭഗവാന്റെ
നിത്യദാസനാണെന്നുള്ള ബോധത്തോടെ അല്ലേ എന്താണ് പ്രാർത്ഥിക്കുന്നത്? കൃഷ്ണ, ഞാനിതാ നിന്നിലേക്ക് വരുന്നു എന്ന ഭാവത്തിൽ അദ്ദേഹം ഭഗവത് സ്വരൂപത്തിൽ എന്തുണ്ടാവും? മനസ്സ് അർപ്പിക്കും. അപ്പം വെറും 45 മിനിറ്റിൽ ഒരാൾക്ക് എങ്ങനെ മുക്തി നേടാനാകും അല്ലേ? അവിടെയാണ് മഹാരാജാവ് പ്രാവർത്തികമാക്കിയ ഈ ആത്മീയ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനേക ജന്മങ്ങളിലൂടെ നമ്മൾ സമ്പാദിച്ച കർമ്മഫലങ്ങളെ ഇല്ലാതാക്കാൻ ഭഗവാന്റെ ഒരു നിമിഷത്തെ തീവ്രമായ സ്മരണയ്ക്ക് കഴിയുമെന്ന് ഖഡ്വാംഗ മഹാരാജാവ് തെളിയിച്ചു. ഭഗവത്ഗീതയിൽ 8-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകത്തിലും ഭഗവാൻ കൃഷ്ണൻ ഇത് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് പറയുന്നത് ഭഗവാൻ? അന്ധകാലേച്ച മാമേവ സ്മരൻമുക്ത കളേവരം എപ്രായതി സമദ്ഭാവം യാത്തി നാസ്ത്രത്ത സംശയ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? മരണസമയത്ത് അന്ധകാലേച്ച മാമേവ സ്മരൻമുക്ത കളേവരം, മരണസമയത്ത് എന്നെ ആരാണോ സ്മരിച്ച് ശരീരം വെടിയുന്നത് അവൻ എന്നെ തന്നെ പ്രാപിക്കും, എൻ്റെ ലോകത്ത് തന്നെ എത്തിച്ചേരും. ഖഡ്വാംഗ മഹാരാജാവ് അത് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? 5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ കഥ ഇന്ന് ജീവിക്കുന്ന നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദര് ഈ കഥ വിവരിച്ചുകൊണ്ട് നമ്മളോട് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണ്? ഖഡ്വാംഗ മഹാരാജാവിന് തൻ്റെ മരണം 45 മിനിറ്റ് മുൻപെങ്കിലും അറിയാൻ കഴിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മൾക്ക് ജീവനുണ്ടോ എന്ന് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിനർത്ഥം നമ്മൾ ഖഡ്വാംഗ മഹാരാജിനേക്കാൾ വലിയ അപകടത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? നമ്മൾ ഖഡ്വാംഗ മഹാരാജാവിനേക്കാൾ വലിയ അപകടത്തിലാണ് ജീവിക്കുന്നത്. കാരണം എന്താ? നമുക്കറിയില്ല നമ്മൾ എപ്പോഴാണ് മരിക്കുക എന്ന്, ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രായമാകട്ടെ, റിട്ടയർഡ് ആകട്ടെ, എന്നിട്ട് ഭജിക്കാമെന്ന് വിചാരിച്ച് ആത്മീയ ജീവിതം മാറ്റിവെക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത്രമാത്രം നമ്മുടെ ഭൗതികമായ ദൈനംദിന കടമകൾ ചെയ്യുമ്പോൾ, കൃത്യമായി ചെയ്യുമ്പോൾ തന്നെ എന്ത് വേണം? മനസ്സിനെ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ സൂക്ഷിക്കുക. ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് ശീലമാക്കുക. ആ ശീലം നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മരണസമയം എപ്പോഴായാലും ആ അവസാന നിമിഷത്തിൽ ഖഡ്വാംഗ മഹാരാജാവിനെ പോലെ ഭഗവാനെ സ്മരിക്കാനും ഈ ഭൗതിക ലോകത്ത് നിന്ന് ശാശ്വതമായിട്ടുള്ള മുക്തി നേടാനും നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, സാധനയുടെ ദൈർഘ്യമല്ല, ഭക്തിയുടെ തീവ്രതയാണ് പ്രധാനമെന്ന് ഖഡ്വാംഗ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.